ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തോടു കൂടെ വസിച്ച് ദൈവിക നന്മകളും അനുഗ്രഹങ്ങളുമെല്ലാം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അസൂയയുടെ ശക്തിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ മനസ്സിലാക്കണം? തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അസൂയ എന്ന ആ ഒരു ജഡിക സ്വഭാവത്തിന് ശക്തിയുണ്ടെന്നും നശീകരണ ശേഷിയുണ്ടെന്നുമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യോസഫിൻ്റെ ദർശനത്തിന് എതിരെ അല്ലെങ്കിൽ യോസഫിൻ്റെ സ്വപ്നത്തിനെതിരെ സഹോദരന്മാർക്ക് അസൂയുണ്ടായി. അത് അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്ത ഇസഹാക്കിന് ആടുമാടുകളും നന്മകളും ദാസന്മാരുമൊക്കെ ഉണ്ടായി. അത് വർദ്ധിച്ചപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോട് മഹാപുരോഹിതന്മാർക്ക് അസൂയുണ്ടായി. അപ്പോസ്തോലന്മാരുടെ ശുശ്രൂഷയോട് യഹൂദന്മാർക്ക് അസൂയുണ്ടായി. ഈ അസൂയകളെല്ലാം തന്നെ വലിയ നഷ്ടങ്ങളിലേക്കും അല്ലെങ്കിൽ വലിയ വിപത്തുകളിലേക്കും കൊണ്ടുവന്ന് എത്തിച്ചിട്ടും ഉണ്ട്. എന്നാൽ നമ്മളോട് ആരെങ്കിലും അസൂയപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? അതിനുവേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തണോ? എന്താണ് ചെയ്യേണ്ടുന്നത്? തിരുവചനാടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ചില ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അസൂയയ്ക്ക് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ അസൂയയ്ക്ക് ശക്തിയുണ്ട്. അസൂയപ്പെടുന്നവന് എന്ത് സംഭവിക്കും? അസൂയ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇങ്ങനെയൊരു ദൈവജന സന്ദേശം രൂപപ്പെടുത്താനുള്ള കാരണം തന്നെ കുറച്ച് നാളായിട്ട് കുറേ പേര് എന്നോട്, ദൈവദാസനെ, ഈ അസൂയക്ക് എന്താണ് മറുമരുന്ന്? ജോലിയിൽ അസൂയ, ശുശ്രൂഷകളിൽ അസൂയ, ഒരു നല്ല വീട് വെച്ചപ്പോൾ പ്രശ്നം, ആത്മീക കാര്യങ്ങളിൽ അസൂയ, എന്താണ് ഇതിന് ചെയ്യേണ്ടുന്നത്? അപ്പം ഞാൻ ഇത്രയും നാളായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ വ്യക്തിപരമായ ആത്മീക വർധനവിന് വേണ്ടിയുള്ള ഒരു ചാനലാണല്ലോ. ഇതിൻ്റെ അകത്ത് ഈ അസൂയയെക്കുറിച്ച് ഇതുവരെയും ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. ഞാനൊട്ട് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ ആളുകൾ നിരന്തരമായി ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പം ദൈവവചനത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ 10 പേരോട് ചോദിച്ചാൽ 10 അഭിപ്രായമാണ്. ഓരോരുത്തരുടെ അവരുടെ അനുഭവവും അവരുടെ കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചാണ് അവർ പറയുന്നത്. പക്ഷെ വചനത്തിൽ നിന്ന് നമുക്ക് എന്ത് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും? അതുകൊണ്ട് പൂർണ്ണമായും ദൈവവചന അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ഈ കാര്യം നിങ്ങളോടൊന്ന് പറയാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തേത്, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്ത ഇസഹാക്ക്. 26-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ആ ആണ്ടിൽ ക്ഷാമമുള്ള കാലത്ത് ഇസഹാക്ക് വിതച്ചു. ദൈവം നന്മകളും അനുഗ്രഹങ്ങളും നൽകി. ആടുമാടുകളും ദാസീദാസന്മാരും സമ്പത്തുമെല്ലാം കണ്ടമാനം അങ്ങ് വർദ്ധിച്ചു. ഇങ്ങനെ വർദ്ധിച്ചപ്പോൾ സംഭവിച്ച കാര്യം 26:13 ആടുമാടുകളും ദാസീദാസന്മാരും വർദ്ധിച്ചപ്പം ഇസഹാക്കിനോട് ഫെലിസ്ത്യർക്ക് അസൂയ തോന്നി. അങ്ങനെ തന്നെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ അസൂയ തോന്നി എന്നെഴുതിയിരിക്കുന്നെങ്കിൽ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുമൊക്കെ യേശുവിന് നേരെ അസൂയ നിറഞ്ഞവരായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ അവർക്ക് അസൂയ ഉണ്ടായി. അസൂയ ഉണ്ടായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ എഴുതിയിരിക്കുന്നത്, ഫെലിസ്ത്യർ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ച കിണറുകളെല്ലാം മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അസൂയ ഇസഹാക്കിനോട് ഉണ്ടായപ്പോൾ അവർ പറയുന്നൊരു കാര്യം, നീ ഞങ്ങളെ വിട്ട് പോവുക. അതാണ്, നീ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല, നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. രണ്ടാമത്തേത്, ഈ വെള്ളം അല്ലെങ്കിൽ കിണർ, വെള്ളം എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ ആടുമാടുകൾക്കും കൃഷിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ശത്രുക്കൾ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് കുഴിക്കുന്ന കിണറുകളെല്ലാം മണ്ണിട്ട് മൂടുക. അന്നും ഇന്നും പൈശാചികമായ ഏറ്റവും വലിയ തന്ത്രങ്ങൾ സമാധാനവും സ്വസ്ഥതയും ഒരു ദൈവപൈതൽ അനുഭവിക്കാനായിട്ട് പാടില്ല. അന്നേരം ഇസഹാക്ക് എന്താണ് ചെയ്തത്? അതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഫെലിസ്ത്യർ
ഇസഹാക്കിനോട് അസൂയയോടെ പെരുമാറിയപ്പോൾ ഫെലിസ്ത്യരോട് മത്സരത്തിനോ യുദ്ധത്തിനോ പോകാതെ അദ്ദേഹം പോയി ഒരു കിണർ കുഴിക്കുന്നു. ആ കിണർ അവർ മണ്ണിട്ട് മൂടുന്നു. അടുത്ത കിണർ കുഴിക്കുന്നു, അതും മണ്ണിട്ട് മൂടുന്നു. പിന്നീട് വെള്ളം കാണുന്നു. നിങ്ങൾ ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ദൈവം ഇസഹാക്കിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഈ ദേശത്ത് നമുക്കിടയുണ്ടാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അങ്ങനെ ഇട്ടൊരു പേരാണ് രഹബോത്ത്. ബേർഷേബ്, ഏശക്ക്, സിത്തിന, ഈ കിണറുകളൊക്കെ കുഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നീട് അവിടെ കാണാനായിട്ട് പറ്റുന്നത് പിന്നാലെ നടന്ന് ഫെലിസ്ത്യർ ശണ്ടയിടുകയാണ്. പക്ഷേ എന്നും ശണ്ടയിടാനായിട്ട് പറ്റുന്നില്ല. അപ്പം അസൂയ ശണ്ടയിലേക്ക് എത്തുന്നു, പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ്. പക്ഷേ ഇവിടെ ഫെലിസ്ത്യരുടെ നേരെ മത്സരത്തിന് ഒന്നും പോകാതെ ഏറ്റവും ഒടുവിൽ ഫെലിസ്ത്യർ തന്നെ ഈ ഇസഹാക്കിനോട് വന്ന് പറയുന്ന വാക്കുകളാണ് ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആത്മീക പാഠം? ദൈവം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ തരുമ്പോൾ അസൂയകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെ സമാധാനമായി നിർത്താതെ ഓടിച്ചു കളയാനായിട്ട് പലരും ശ്രമിക്കുമ്പോൾ ഓടിക്കുന്നവരുടെ നേരെ തിരിഞ്ഞ് അവർക്കെതിരാകാതെ ഇപ്പോഴെന്ത് ചെയ്യുന്നോ അത് തന്നെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. മൂടുന്നവർ മൂടാൻ ശ്രമിക്കട്ടെ, ഇല്ലാതാക്കുന്നവർ ഇല്ലാതാക്കാൻ ശ്രമിക്കട്ടെ. അവരോടൊന്നും വൈരാഗ്യമോ വിരോധമോ ഒന്നും വേണ്ട. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ ഒരു അസൂയ ദൈവവൈതലിനെ തൊടാതെ വണ്ണം, ദോഷമായി ബാധിക്കാതെ വണ്ണം ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കുന്നു. രണ്ടാമത്തേത്, അപ്പം ഇവിടെ ഭൗതികമായ നന്മകൾക്കെതിരെയാണ് അസൂയ. ദൈവം സമ്പത്തും നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന അസൂയ. രണ്ടാമത്തേത്, ആത്മീകമായ വെളിപ്പാടുകൾക്ക് നേരെയുള്ള അസൂയ. എന്താണ് ആ അസൂയ? യോസഫിന് നേരെ സ്വന്തം സഹോദരങ്ങൾ, അതെ, അവരുടെ ആ ഒരു അസൂയ, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളിലൂടെ ഉയർന്നു വന്ന അസൂയ എന്ന് പറയുന്ന ഒരു ജഡത്തിൻ്റെ സ്വഭാവം. അതെന്താണ് ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോസഫ് ദർശനമുള്ളവനായിരുന്നു. ദൈവം തനിക്ക് സ്വപ്നങ്ങൾ നൽകി കൊടുത്തു. ഈ ദൈവം നൽകിയ സ്വപ്നത്തെയും ദർശനത്തെയും അപ്പം കൊടുത്ത ആ ഒരു അങ്കിയെയും ഇതെല്ലാം ഇല്ലാതാക്കി കളയുന്ന അസൂയയുടെ പ്രവൃത്തികളാണ് സഹോദരന്മാരിൽ നിന്നുണ്ടായത്. 37-11 രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? സഹോദരന്മാർക്ക് യോസഫിനോട് അസൂയ തോന്നി. എന്താണ് അസൂയ? ദൈവിക ദർശനം, ദൈവിക വെളിപ്പാട്, ആ അസൂയ. ഈ അസൂയ എന്തിലേക്ക് എത്തിച്ചു? പിന്നീട് നമ്മൾ കാണുന്നത് സഹോദരന്മാരെ കാണാനായിട്ട് യോസഫ് അവിടേക്ക് പോകുമ്പോൾ ദേ ഒരു ദർശനക്കാരൻ വരുന്നു, സ്വപ്നക്കാരൻ വരുന്നു, അവൻ്റെ സ്വപ്നം എന്തായിത്തീരും എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് യോസഫിനെ ഇല്ലാതാക്കാനായി വരെ ഈ ഒരു അസൂയയുടെ ആത്മാവിന് കഴിഞ്ഞു. നോക്കുക, അസൂയയ്ക്ക് ശക്തിയുണ്ടോ? അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. അസൂയയ്ക്ക് വിനാശകരമായ ശക്തിയാണുള്ളത്. ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അസൂയ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് ജഡീക സ്വഭാവങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അസൂയ ജഡസ്വഭാവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമൊന്നുമല്ല ഇത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു ജഡസ്വഭാവമാണ്. ഈ ജഡസ്വഭാവത്താൽ പിടിക്കപ്പെട്ടാൽ അത് കൊലപാതകത്തിലേക്ക് വരെ നയിക്കും എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? ദർശനമുള്ളവനെ കുഴിയിലിടാനായിട്ട് അവർക്ക് കഴിഞ്ഞു, പക്ഷെ അവൻ്റെ ജീവനെ തൊടാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെ പോയെങ്കിലും ദൈവം അത് കാലാകാലങ്ങളിൽ നന്മയ്ക്കാക്കി ദൈവം തീർത്തു. ഈ അസൂയ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാരെ കാലങ്ങളിൽ യോസഫിൻ്റെ അതേ തണലിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ദൈവപദ്ധതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഷ്ടതയ്ക്കകത്തും പൊത്തിഫറിൻ്റെ വീട്ടിൽ പാപം ചെയ്യാനുള്ള അവസരം മുമ്പിൽ വന്നപ്പോഴും അവിടെ യോസഫ് വിശുദ്ധിയോടും വിശ്വസ്തയോടും
ദൈവം മുമ്പിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുള്ള ദർശനങ്ങൾ, അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ പകച്ചാൽ, ആരെങ്കിലും നിങ്ങളെ ഓടിച്ചു കളയാൻ ശ്രമിച്ചാൽ, ചിലപ്പോൾ ആ അസൂയ എന്ന് പറയുന്ന പ്രവൃത്തി കൊണ്ട് അതൊക്കെ സാധ്യമായെങ്കിലും മറ്റുള്ളവർക്കെതിരെ ദോഷമായിട്ട് നിരൂപിക്കാതെ, അവർക്കെതിരെ പ്രാർത്ഥിക്കാനും ഒന്നും പോകണ്ട. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം മുമ്പാകെ വിശ്വസ്തരായിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതികൾ മാറ്റമില്ലാത്തതാ. ദൈവം നിങ്ങളോടൊരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആലോചനകൾ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത്, ഒരു വ്യക്തി അസൂയപ്പെട്ടാൽ അസൂയപ്പെടുന്നവനിൽ പൈശാചിക ആത്മാവ് കയറും. അസൂയപ്പെടുന്നവനിൽ, ഈ ഒട്ടുമിക്ക ആളുകളിലും പൈശാചിക ആത്മാക്കൾ വന്നു കയറുന്നത് അവർ തുറന്നിട്ട് കൊടുക്കുന്ന വാതിലുകൾ കൊണ്ട് തന്നെയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. എന്താണ് ആ വാക്യങ്ങളെന്നറിയാമോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. വളരെ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ പറയാനായിട്ട് പോവുക. എനിക്കൊന്ന് ഈ മെസ്സേജിലെ തന്നെ ഏറ്റവും ഗൗരവമേറിയ, അതീവ ഗൗരവമായൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ കൃപയും വിളിയുള്ളവനാണ് ദാവീദ്. അപ്പോൾ അദ്ദേഹം ഈ ഫിലിസ്തീനെ കൊന്ന് തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ആളുകൾ, ബാലികമാരും ആളുകളെല്ലാം വിളിച്ച് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേട്ടപ്പോൾ ശൗലിന് കണ്ണുകടി തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ണുകടി തുടങ്ങി. ഞാൻ ആ വാക്യം വേണമെങ്കിൽ പറഞ്ഞുതരാം. 1 ശമൂവേൽ 18-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലാണ്. കണ്ണുകടി തുടങ്ങിയപ്പം സംഭവിച്ചെന്താണെന്നറിയോ? ശരിക്കും അതൊരു അസൂയ തന്നെയാണ്. അസൂയ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അസൂയ തന്നെയാണ്, ഒരു ജഡിക സ്വഭാവമാണ്. ഈ കണ്ണുകടി തുടങ്ങിയപ്പോൾ സംഭവിച്ചെന്താണെന്നറിയോ? അനന്തരം യഹോവയുടെ പക്കൽ നിന്ന് ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. കണ്ടോ, ദാവീദിന് ചില പ്രശ്നങ്ങളുണ്ടായി. ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു, ഓടിച്ചു കളയാൻ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം ദൈവം നന്മയ്ക്കാക്കി തീർത്തു. പക്ഷേ അസൂയപ്പെട്ടവൻ എന്താ സംഭവിച്ചത്? അസൂയപ്പെട്ടവനിൽ ദുരാത്മാവ് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവകൃപയുള്ളവന് നേരെ, ദൈവം ആർക്കെങ്കിലും നന്മ കൊടുക്കുന്നവന് നേരെ ഞാൻ അസൂയപ്പെട്ടാൽ പൈശാചിക ആത്മാക്കൾ എന്നിൽ വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അവന് ചിലപ്പോൾ നമുക്ക് ഈ അസൂയ കൊണ്ട് ഒരുത്തിന് പണി കൊടുക്കാൻ പറ്റും, അവൻ്റെ വഴി അടയ്ക്കാൻ പറ്റും, അവൻ്റെ ജോലി കളയാൻ പറ്റും, ചിലപ്പം അവനെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താൻ പറ്റും, ആളെ കൂട്ടാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ആ വ്യക്തി ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ അസൂയ കൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താൽക്കാലികമായി ചില കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നീതിമാനായ ദൈവം ആ വ്യക്തിയെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും എന്ന് മാത്രമല്ല, അസൂയപ്പെടുന്നവൻ്റെ ഉള്ളിൽ പൈശാചിക ആത്മാക്കൾ വന്നു കയറും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, യഹോവ ദൈവം ദുരാത്മാക്കളെ അയച്ചതാണോ എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗിലെയാദിലെ റാമോത്തിലേക്ക് പോകണമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാബിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു പൈശാചികമായ ആത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഞാൻ പോയി സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്നൊക്കെ പറയുന്നൊരു ഭാഗം. അതിൻ്റെ അർത്ഥം ലളിതമായിട്ട് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പിശാചിന് വന്ന് കയറാനുള്ള ഒരു വാതിലാണ് അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അസൂയ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇതങ്ങ് എടുത്തു കളയുന്നതാണ് നല്ലത്. നമ്മളിൽ ആരോടെങ്കിലുമൊക്കെ അസൂയ ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ചവനോട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അത് ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവരെ അനുഗ്രഹിച്ച ദൈവം നമ്മയും അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവിടെ യേശുവിനെ മഹാപുരോഹിതന്മാർ അസൂയ നിറഞ്ഞവരായി പിടിച്ചു കെട്ടി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അസൂയ നിറഞ്ഞവരായി. കണ്ടോ, അപ്പോൾ അസൂയ നിറഞ്ഞതുകൊണ്ട് പിടിച്ചു കെട്ടുന്നു, കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇതെല്ലാം ദൈവ പദ്ധതികളുടെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അസൂയ നിറഞ്ഞ് യേശുവിനെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടുപോയെങ്കിലും അത് ദൈവപദ്ധതിയുടെ ഭാഗമായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശും മരണം പിതാവിൻ്റെ തിരുഹൃദയത്തിൽ ഉണ്ടായിരുന്നതും
മാനവജാതിക്ക് വേണ്ടി ദൈവം വിഭാവനം ചെയ്ത സ്വർഗീയമായൊരു പദ്ധതിയായിരുന്നതുകൊണ്ട് ദൈവം അത് നന്മയിലേക്ക് മാറ്റി ക്രൂശീകരണം സംഭവിച്ചു. അസൂയപ്പെട്ടവർ എന്ത് ചെയ്യുന്നു പോലും നമുക്കറിയില്ല. പക്ഷേ ഇന്നും കർത്താവ് ഉയർത്തി ജീവിക്കുന്നു, നമ്മളത് പ്രസംഗിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ യേശുവിലൂടെയുള്ള രക്ഷയിൽ അവർ സന്തോഷിക്കുകയും നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുകയും ചെയ്യുന്നു. അത് ആ ഒരു ടൈം അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനിയും നിങ്ങളുടെ സമയമായിട്ടില്ലെങ്കിൽ അതിനുള്ള ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളാണ്. അവിടെ അപ്പോസ്തോലന്മാരെ അസൂയ നിറഞ്ഞ് തടവിലാക്കി. പക്ഷേ കർത്താവിൻ്റെ ദൂതൻ രാത്രിയിൽ അവരെ വിടുവിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സമയമായിട്ടില്ലെങ്കിൽ അസൂയ കൊണ്ട് ആരെങ്കിലും നിങ്ങളെ തടവിലാക്കാൻ ശ്രമിച്ചാൽ, ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ഒക്കെയുള്ള ദൈവപൈതലെ നിൻ്റെ മേൽ ദൈവം ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, നീ ഒരു പ്രാർത്ഥിക്കുന്നൊരുവനാണെങ്കിൽ, ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു കാര്യം ദൈവവചനത്തിൽ നിന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ആര് തടവിലാക്കാൻ ശ്രമിച്ചാലും ആ തടവറയിൽ നിന്ന് ദൂതനെ അയച്ച് ദൈവം വിടുവിക്കും. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സമയമായിട്ടില്ലെങ്കിൽ, ചിലർ പറയുന്നത് അസൂയ ഒതുക്കി കളഞ്ഞു, അസൂയ ജീവിതത്തിൻ്റെ വഴികളെ ഇല്ലാതാക്കി കളഞ്ഞു, അസൂയ ബന്ധിച്ച് കളഞ്ഞു. ഈ ഒതുക്കപ്പെട്ടു പോകുന്നത് നമ്മൾ പാപം ചെയ്യുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കാത്തത് കൊണ്ടുമാണ്. ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിൽ ഞാൻ ദൈവത്തോടുള്ള ആ ഒരു കണക്ഷനിൽ ശരിയല്ലാത്ത നിലയിലാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ, ദൈവിക വിശുദ്ധിയിൽ നിന്ന് അന്യം നിന്നാണ് അല്ലെങ്കിൽ മാറി നടന്നാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, അസൂയക്ക് എന്നെ ഇല്ലാതാക്കാൻ പറ്റും, പൈശാചിക ശക്തികൾക്ക് എന്നെ തളച്ചിടാൻ പറ്റും. പക്ഷെ ദൈവകൃപയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തളയ്ക്കാൻ പറ്റില്ല എന്നൊന്നും എഴുതിയിട്ടില്ല. തളയ്ക്കാൻ പറ്റും. പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളതല്ല, ബന്ധനത്തിലാക്കില്ല എന്നുള്ളതല്ല, തടവറയിൽ ആക്കില്ല എന്നുള്ളതും അല്ല. മെലിത്തയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 276ഓളം ആളുകൾ ആ മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തിയിട്ടുണ്ട്. കള്ളന്മാരുണ്ട്, തടവുകാരുണ്ട്, കുറ്റവാളികളുണ്ട്. അവരുടെ ഒന്നിൻ്റെയും കയ്യിൽ കയറി അണലി ചുറ്റിയില്ല. അണലി പറ്റിയത് ദൈവത്തിന് പ്രയോജനമുള്ളവൻ്റെ കയ്യിലാണ്. ഇന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പല വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടും ആ ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെ ഒരു ദൈവിക വിടുതൽ ശുശ്രൂഷകൾ കുറച്ച് നാളുകളായി ദൈവം ഏൽപ്പിച്ചത് കൊണ്ടും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഗുണമുള്ളതിനെ ഇല്ലാതാക്കാൻ എപ്പോഴും ഇരുളിൻ്റെ ശക്തികൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മേലൊരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ, അസൂയ എന്ന് പറയുന്ന ശക്തിക്ക് ഒരു പക്ഷേ നിങ്ങളെ തടവിലാക്കാൻ പറ്റും. പക്ഷേ ആ തടവിൽ നിന്ന് വിളിയുള്ളവനെ സമയമായിട്ടില്ലെങ്കിൽ ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. കർത്താവിന് മഹത്വം. എത്ര പേര് ഞാൻ മനസ്സിലാക്കുന്നു ഈ ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു ദൈവിക വിടുതലായി മാറാനായിട്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. വെറുതെ നമ്മളിത് കേട്ട് കുറച്ച് അറിവുകൾ നമ്മുടെ തലയ്ക്കകത്ത് കയറ്റുക എന്നുള്ളതല്ല, ചില ആത്മീക വെളിപ്പാടുകളിലൂടെ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ നൽകട്ടെ. ഏറ്റവും ഒടുവിൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷനറി യാത്രയിൽ പിസീദിയൻ ആൻറ്റിയോക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ആ ഒരു സ്ഥലത്തേക്ക് എത്തി അദ്ദേഹം അവിടെ ദൈവവചനം പഠിപ്പിച്ച് അദ്ദേഹം ഒരുപാട് ആളുകളെ കൂട്ടി വരുത്തി ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് 13-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ശബ്ബത്തിൽ ഏകദേശം ഒരു പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാനായിട്ട് വന്നുകൂടി. ഒരു പട്ടണത്തിലെ മുഴുവൻ ആളുകളും ദൈവവചനം കേൾക്കാനായിട്ട് വന്നുകൂടി. ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാക്കിയാണ്. പക്ഷേ യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ച് എതിര് പറയും. അപ്പോൾ അസൂയക്ക് ശക്തിയുണ്ടോ? ആത്മനിറവിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം കേട്ട് ഈ യാത്ര തുടങ്ങിയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് തന്നെയാണ് യാത്ര തുടങ്ങിയത്. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് തന്നെയാണ് യാത്ര തുടങ്ങിയത്. പക്ഷേ വലിയ എതിരുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു.
ശുശ്രൂഷ പോലും നിർത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ട് കണ്ടു. ഈ പല സമയത്തും നമ്മുടെ ശുശ്രൂഷകളെയും നമ്മുടെ ജീവിതത്തെയും ഇല്ലാതാക്കാൻ വെല്ലുവിളികൾ വരുമ്പം നമ്മൾ എല്ലാം പോയല്ലോ, എല്ലാം തീർന്നല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇനി എനിക്ക് പ്രതികൂലമാണ്, അങ്ങനെയൊന്നുമല്ല. എപ്പോൾ നിങ്ങൾ പ്രതികൂലത്തെ കണ്ട് നിങ്ങൾ മാനസികവും ശാരീരികവുമായി തളരുന്നുവോ, അന്നേരം അപ്പോൾ ശത്രു അവിടെ തൻ്റെ ജയത്തെ ഘോഷിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമല്ല. ധൈര്യം പൂണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവവചനം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ശുശ്രൂഷ നിർത്തിയില്ല, പ്രസംഗിക്കുന്നത് നിർത്തിയില്ല. അയ്യോ ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ആരാധനയ്ക്ക് പോകുന്നില്ല, അങ്ങനൊന്നുമല്ല, നിർത്തിയില്ല. അടുത്തത്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചത്തിൽ വെച്ചിരിക്കുന്നുവെന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തു, ദൈവിക അരുളപ്പാടുകൾക്ക് പ്രാധാന്യം കൊടുത്തു, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ എൻ്റെ സാക്ഷിയാക്കി നിർത്തുമെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ എതിർപ്പിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ശുശ്രൂഷ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് ഇവിടാണ്. നമ്മൾ തീരുമാനിക്കും, അയ്യോ ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ പോകുന്നില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രവും അസൂയ എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ പിന്നിലെ ദുരുദ്ദേശവും ഇതാണ്, നമ്മളെ മാനസികമായി ഇല്ലാതാക്കുക, നമ്മളെ ശാരീരികമായി തളർത്തുക എന്ന്. അടുത്ത വാക്യം എന്താണെന്നറിയോ? ജാതികൾ ഇത് കേട്ടു സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു, കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. പ്രൈസ് ഗോഡ്. സത്യം പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് എന്തൊരു സന്തോഷമാണ്. അവരവിടെ നിർത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതിനെയായിരുന്നു. പക്ഷെ അവർ നിർത്തിയില്ല, അവർ പ്രസംഗിക്കാൻ തുടങ്ങി. അവർ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ തുടങ്ങി. ദൈവം എന്നാ ചെയ്തു? ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്താനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ നേരെ ആരെങ്കിലും അസൂയയോടെയോ എതിരോടെയോ നിൽക്കുന്നെങ്കിൽ അത് എന്നെ ഇല്ലാതാക്കുമെന്നുള്ള ഒരു ചിന്തയല്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശക്തമായി ചെയ്യുക, അവിടെ നിങ്ങൾ വിജയിക്കും. ദൈവം ഒരു ദർശനം നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ടെങ്കിൽ എതിര് പറയുന്നവർ എതിര് പറയട്ടെ, അവർ പദ്ധതികളും പ്ലാനുകളും എല്ലാം ചെയ്യട്ടെ. പക്ഷെ നമ്മൾ കണ്ടത് ദൈവത്തെയാണ്. അവരോട് പിണക്കമോ വിരോധമോ ഒന്നും വേണ്ട. അവരെ അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ച് അവർക്കൊരു മാനസാന്തരം ദൈവം കൊടുക്കാൻ പ്രാർത്ഥിക്കുക. വചനത്തിൽ വിശ്വസിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യുക. കർത്താവിന് മഹത്വം. ഗ്ലോറി ടു ഗോഡ്. ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ധാരാളം വചനചിന്തകൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കും. എന്താ? വചനമാണല്ലോ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത്. വചനം നമ്മുടെ കണ്ണ് തുറപ്പിക്കും. ഞാൻ ഈ പറഞ്ഞ വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. നിങ്ങളോട് ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാനും ബലപ്പെടുകയാണ്. നിങ്ങൾ ചിന്തിക്കുക ഒരു ടെൻഷനും ഒരു പ്രശ്നവും ഇല്ലാത്തൊരു പുള്ളി ഇരുന്ന് പ്രസംഗിക്കുകയാണെന്ന്. ഒരിക്കലുമല്ല. ഈ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ, നിരാശകൾ, ഭാരങ്ങളൊക്കെ പല സമയത്തും ജീവിതത്തിൻ്റെ അകത്ത് വരാറുണ്ട്. പക്ഷേ അതിനെയെല്ലാം ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഈ വചനം എന്നെയും പല സമയത്തും ബലപ്പെടുത്തുന്നുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക. അപ്പം നന്മകൾക്കെതിരെയും ശുശ്രൂഷകൾക്കെതിരെയും ഒക്കെയുള്ള അസൂയകളുണ്ട്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.